So hi all, it's me Mohammed Najim Nazar again. അപ്പോൾ നമ്മുടെ ചാർട്ട് വിത്ത് TSPയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക്, ഒരു എക്സ്പയറി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് നമ്മൾ കോളുകളോ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വ്യൂവിനെ പറ്റിയോ അങ്ങനെ ഒന്നും ഇട്ടില്ല. അവസാനം എൻ്റെ ഒരു പ്രോഫിറ്റ് മാത്രം ഞാൻ അങ്ങനെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്തു. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ നിങ്ങൾക്ക് രാവിലെ ഇന്ന് മോർണിംഗിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് 9 രൂപന് നമ്മളൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കാണിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ ആഴ്ച തിങ്കളാഴ്ച രാവിലെ അല്ലെങ്കിൽ തിങ്കളാഴ്ച വൈകിട്ടത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച എന്തായാലും ഒരു കൺസോളിഡേറ്റഡ് മാർക്കറ്റ് ആയിരിക്കും, അതായത് റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരിക്കും. ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ ഹെഡ്ലൈനും അതായിരുന്നല്ലോ, റേഞ്ച് ബൗണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഞാനത് ബുക്ക് ചെയ്തു. കാര്യം വേറൊന്നുമല്ല, ഒരു ദിവസം ഒരാഴ്ചയിൽ നമ്മളൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നെങ്കിലും എപ്പോഴും മാർക്കറ്റിൽ ഓപ്ഷൻ സെല്ലേഴ്സിനെ ഒന്ന് നഷ്ടത്തിലാക്കാൻ, അല്ലെങ്കിൽ നഷ്ടത്തിൽ കുറച്ച് പേരെങ്കിൽ എക്സിറ്റ് ആക്കാൻ വേണ്ടി എപ്പോഴും മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്ത് കാണിക്കുന്ന ഒരു പ്രതീതി വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ്. അത് എല്ലാ ആഴ്ചയിലും നടക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഈ ആഴ്ച ആക്ച്വലി തിങ്കളായിക്കോട്ടെ, ചൊവ്വയായിക്കോട്ടെ, ബുധനായിക്കോട്ടെ, ഇതെല്ലാം ഒരു പർട്ടിക്കുലർ റേഞ്ച് ബൗണ്ടിൽ ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എഗെയിൻ ഇന്നും മാർക്കറ്റ് ഒരു രീതിയിലുള്ള അപ്പോ ഡൗണോ തരാതെ വളരെ മ്യൂട്ടഡായിട്ട് തന്നെ ഓപ്പൺ ആക്കിയപ്പോൾ എനിക്കത് അത്ര പോസിറ്റീവ് വൈബായിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ എക്സിറ്റ് ചെയ്തത്. പക്ഷേ ഞാനത് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് അത്യാവശ്യം റെക്കോർഡ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ റെക്കോർഡല്ല, ഒരു മാന്യമായ ഒരു 10, നമ്മളിപ്പോൾ ആ ഒരു 13,000 ഞാൻ എക്സിറ്റ് ചെയ്ത സാധനം എനിക്ക് എങ്ങും പോകാതെ ഒരു 30,000 ഒരു ഡബിൾ ആയാൽ എൻ്റെ പ്രോഫിറ്റ് ഉറപ്പായിട്ടും. അപ്പോൾ ഇന്ന് ആ ഒരു കോൺഫിഡൻസ് ഇല്ല. പിന്നെ രണ്ടാമത്തെ, നമ്മുടെ എല്ലാ പോയിന്റിനെയും ഇന്ന് റെസ്പെക്റ്റ് ചെയ്തു. പക്ഷേ ഈ റെസ്പെക്ട് ചെയ്ത ഒരു പോയിന്റിലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് പേഴ്സണലി ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ടെലഗ്രാമിൽ ഇട്ടത്. എനിക്കിന്ന് പേഴ്സണലി കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ട്രേഡ് ഇടാത്തത്. ഞാനിന്ന് എടുക്കുന്ന ട്രേഡ് എല്ലാം റിസ്കി ട്രേഡ്സ് ആയിരിക്കും. ഞാൻ കൂടുതലും ഒന്ന് ചെയ്തത് എല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കുറേ പോയി. പിന്നെ ഓപ്ഷൻ സെല്ലിംഗ് ആയതുകൊണ്ട് ഞാൻ ബെനിഫിറ്റിലിങ്ങ് ഇറങ്ങിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താ സംഭവം എന്നൊക്കെ ഉള്ളൊരു രീതി ഞാൻ കാണിച്ചു തരാം. സോ വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, ലെറ്റ്സ് ജമ്പ് ടു ദ ചാർട്ട്. അപ്പോൾ അതിനുവേണ്ടി ഇതാണ്ടേ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. ഇതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ വരച്ചിട്ടുള്ള എന്തേലും കാര്യങ്ങളിൽ മാറ്റമോ കാര്യങ്ങളോ ഉണ്ടോ? ഇത് വേറെ ഒന്നുമല്ലതാ, നിങ്ങൾക്കിപ്പോൾ ഈ കാണാം, ഈ മണി സോൺ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ വരച്ച് കാണിച്ചതാണ്. ഇവിടെ CPR ഉള്ളത് നമ്മൾ ഇന്നലെ പ്ലോട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കറക്റ്റായിട്ട് ഒരു സാധനം സ്ട്രെങ്തായിട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടുന്ന് മണി സോൺ ഉണ്ട്, അതുപോലെ എനിക്ക് ഡൈനാമിക് റെസിസ്റ്റൻസ് എനിക്കിവിടെ നിൽപ്പുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് എനിക്ക് സെല്ലിംഗ് സോൺ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യത്തിൽ കോൺഫിഡൻസ് തരുന്നൊരു സാധനമാണ്. പക്ഷേ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കൺവിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ല, നമുക്ക് അങ്ങനെ നടക്കും അല്ലെങ്കിൽ അങ്ങനെ നടക്കില്ല, ഇന്ന് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള അമിതമായിട്ടുള്ളൊരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോ ആയിരുന്നു ഇന്ന് രാവിലെ ഇവിടെ വന്ന് മാർക്കറ്റ് മുട്ടുമ്പോഴും. ഇവിടെ നിന്ന് ഈ റിജക്ഷൻ കിട്ടുന്ന സമയത്തും ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇന്നത്തെ ദിവസം ആക്ച്വലി മിനിങ്ങാന്ന് നടന്നൊരു മൂവ്മെൻ്റ് ഇല്ലേ, കയറുന്നു മാർക്കറ്റ് ഇറങ്ങുന്നു കയറുന്നു, ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ഇല്ലേ, ഇതാണ് ആക്ച്വലി ഞാനിന്ന് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് എക്സാക്ട്ലി നമ്മളെ പോയിന്റുകളെല്ലാം റെസ്പെക്ട് ചെയ്തു. പക്ഷേ ഞാനും പേഴ്സണലി ആ പോയിന്റുകളൊന്നും വെച്ച് ട്രേഡ് എടുത്തില്ല. ഞാൻ അല്ലാത്ത ചെറിയ കുറച്ച് റിസ്കി ട്രേഡൊക്കെ എടുത്താണ് എൻ്റെ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഇന്ന് കുറച്ചുകൂടെ നമുക്ക് അനുകൂലമായിരുന്നു. സത്യത്തിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന മാർക്കറ്റായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. അത് ഞാൻ ഓണസ്റ്റി എല്ലാവരുടെ അടുത്തും ആദ്യമേ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ടെലഗ്രാമിൽ നിങ്ങൾക്ക് കാണാം, പ്രത്യേകിച്ച് ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ ഈ പ്രോഫിറ്റ്, ഞാനിപ്പോൾ ഈ പ്രോഫിറ്റൊക്കെ രാവിലെ ഇടുന്നില്ല. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, അതിനുശേഷം ഈ 13,000 എന്നുള്ളത് നല്ല രീതിയിൽ 2,000 രൂപ -2,400 ഞാൻ ലോസിലോട്ട് വരെ പോയതാണ്. എന്നിട്ടാണ് ഫൈനലി അത് ഇങ്ങനെ വന്ന് നിന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ അങ്ങ് നിന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന ആഴ്ചയിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. വരുന്ന ആഴ്ചയിൽ എന്തായാലും ഒരു കൺസോളിഡേറ്റഡ് മാർക്കറ്റ് ആയിരിക്കത്തില്ല, വൺ സൈഡ് മൂവ്മെൻറ്റ് സാധ്യതയുണ്ട്. അപ്പോൾ ആ വൺ സൈഡ് മൂവ്മെൻറ്റിൽ തന്നെ ആദ്യം ഒന്ന് ട്രാപ്പ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും കറക്റ്റ് മൂവ്മെൻറ്റ് കിട്ടുന്നത്. ആ കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച വൈകുന്നേരം ആകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഇന്നെന്നാലും കുറച്ച് നൈസായിട്ടുള്ള ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക്
എന്താ വരാം ആ ഒരു നമുക്ക് നിഫ്റ്റിയുടെ ലോങ്ങർ, ഞാനിവിടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പറഞ്ഞാലും ഇനി നമ്മൾ നിഫ്റ്റിയെ കയറി മുറിച്ച് അതേ കണക്ക് പിന്നെ ബാങ്ക് നിഫ്റ്റിയെ മുറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടും, പിന്നെ അത് ഭയങ്കരമായിട്ട് ലാഗ് വരും, എല്ലാവർക്കും ബോറടിക്കും. അതുകൊണ്ട് നിഫ്റ്റിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതേ സ്റ്റഡിയൊക്കെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിലൂടെ നടത്തി നോക്കുക. ട്രേഡ് എടുക്കുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി എപ്പോഴും സൈമൾട്ടേനിയസ് ആയിട്ട് നോക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിഫ്റ്റിയുടെ ആ ഒരു ഡെയിലി വ്യൂവും കാര്യങ്ങളും നോക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കേ, സ്വാഭാവികമായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ മൂവായിട്ട് നിൽക്കുകയാണ്. മാർക്കറ്റ് മൂവായിട്ട് നിൽക്കുന്നു. അവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് തിരിച്ച് വന്ന് ഒരു ഗ്രീൻ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ റെഡാണ്, എന്നാലും ഒരു ഗ്രീൻ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന രീതിയിൽ ഡൗൺവേർഡ് പിൻബാർ അടിച്ചാണ് ഇന്നത്തെ മൂവ്മെൻറ്റ് നിൽക്കുന്നത്. ഓക്കെ, നാളത്തെ മൂവ്മെൻറ്റ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് പ്രകാരമാണെങ്കിൽ ദാണ്ട് ഇതുപോലെ ലാസ്റ്റ് മൊമെൻറ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ സെൽ ഓഫ് വരുന്ന ദിവസമാണെങ്കിൽ സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ഒരു ഗ്യാപ്പ് ഡൗണിന് സാധ്യതയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഗ്യാപ്പ് ഡൗണിന് സാധ്യതയില്ലെങ്കിൽ പോലും നമ്മുടെ ഈ ദിവസത്തെ സി പി ആറിൻ്റെ താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. എപ്പോഴും അവിടുന്ന് റിജക്ഷൻ എടുത്ത് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ഇപ്പോൾ ഫൈനലൈസ് ചെയ്യേണ്ട, അത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ദാണ്ടേ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം നമുക്ക് ആദ്യം ഡിസ്കസ്. ഇങ്ങനെ നല്ലൊരു കയറ്റത്തിന് ശേഷം മാർക്കറ്റിൽ ദാണ്ടേ നല്ലൊരു അത്യാവശ്യം മാന്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ മാർക്കറ്റ് കയറി പോയിട്ട് ഒരു റിജക്ഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ക്യാൻഡിലാണല്ലെന്നില്ല. ഈ ഒരു സംഭവം നിങ്ങൾ മൈൻഡിൽ വെച്ചതിന് ശേഷം ഇൻട്രാഡേയിലെ 5 മിനിറ്റ്സിലോട്ട് നിങ്ങളൊന്ന് വരിക. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇൻട്രാഡേയുടെ 5 മിനിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കാണിച്ചു തരാം. നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് സൂം ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക, ഈ ബ്ലാക്ക് കാണുന്ന ഈ ഒരു ലൈനില്ലേ, ഇതെന്ന് പറഞ്ഞാൽ 200 മൂവിങ് ആവറേജ് ആണ്. ഓക്കെ, 200 എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കേ, കറക്റ്റായിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വന്നു. അതിനുശേഷം ആ ഒരു 200 മൂവിങ് ആവറേജിനെ ഇങ്ങനെ ബേസ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരുന്നതാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇന്ന് അവസാനത്തെ മിനിറ്റിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആയിട്ട് പവറായിട്ട് കട്ട് ചെയ്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസ് ഇത്രയും നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് ഓൾറെഡി നമ്മളിപ്പോൾ കാണിച്ചു. നമുക്ക് കാണിക്കുന്ന ഒരു സൈൻ എന്താണ്? ഇതാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് ഒരു നെഗറ്റീവ് സൈൻ എന്ന രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. 2 ഡോജ്, ഒരു ഗ്രീനും ഒരു റെഡും ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സോ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഡയറക്ഷനിലോട്ട് കൺഫർമേഷൻ തരുന്ന ട്രേഡ് ആയിരിക്കും. ഇത് ഡെയിലി ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഇൻട്രാഡേയിലോട്ട് വരിക. ഇൻട്രാഡേയിലോട്ട് വന്നപ്പോൾ ഈ 200 മൂവിങ് ആവറേജ് വന്നുകൊണ്ടിരുന്ന രീതി ഞാൻ കാണിച്ചല്ലോ. അതിനെ സ്ട്രെങ്ത് ആയിട്ട് കുറേ ദിവസത്തിന് ശേഷം ഇന്ന് സ്ട്രെങ്ത് ആയിട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. സോ നാളത്തെ ദിവസം ഈ പറയുന്ന 200 മൂവിങ് ആവറേജിനെ വീണ്ടും എഗെയിൻ നല്ല രീതിയിൽ ഒന്ന് ക്ലോസ് ആവാനുള്ള സാധ്യത താഴോട്ട് കാണിച്ച് നല്ല രീതിയിൽ വരുവാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി റിജക്ഷൻ ഉള്ള സാധ്യത ഉണ്ട്. അതെന്തായാലും ഞാൻ നാളെ ഓപ്പണിങ്ങിൽ ഞാൻ വേറെ എവിടെയില്ല, ഞാൻ ലൈവിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ പ്രകാരം എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതിന് നിങ്ങളിതാ ഇത്രയും ചിന്തിച്ചാൽ മതി. എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ ഒരു ഇതിൻ്റെ മുകളിൽ കയറി 200 EMAയുടെ 5 മിനിറ്റ് മുകളിൽ കയറിയപ്പോഴത്തേക്കും ഇങ്ങനെ അതേ ട്രെൻഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷം അവിടെ ഒന്ന് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്നത്തെ ദിവസം ഫൈനലിയാണ് സെൽ ഓഫ് നടന്നിരിക്കുന്നത്. സോ ആ ഒരു സെൽ ഓഫിൻ്റെ ഇമോഷൻ നാളെ രാവിലെയും മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഒന്നീ CPRൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു, അല്ലെങ്കിൽ ഏകദേശം ഈ ഒരു പോർഷനിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇടിച്ചിട്ട് വീണ്ടും നമ്മുടെ ഈ ഒരു 200 മൂവിങ് ആവറേജിനെ ശക്തമായിട്ട് ക്രോസ് ചെയ്യുന്ന മാർക്കറ്റ് വീണ്ടും ചിലപ്പോൾ താഴോട്ട് ആ ട്രെൻഡ് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 18,262 എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. വിച്ച് മീൻസ് ഈ ഒരു യെല്ലോ ഏരിയ എന്ന് പറഞ്ഞൊരു ഗ്യാപ്പാണ്. ഈ ഒരു ഗ്യാപ്പിൻ്റെ ബോർഡർ നല്ല രീതിയിൽ റിജക്ഷൻ 3-4 തവണ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇതൊന്നും ഞാൻ എടുക്കാനല്ല പറഞ്ഞത്, ലൈവിലെ സെൻറ്റിമെൻറ്റ്സ് നോക്കിയിട്ട് മതി. ഞാൻ ഇപ്പോൾ നാളത്തെ കാര്യം ഒരു ഒരു ആൻറ്റിസിപ്പേഷൻ പോലെ പറയാം, ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് എക്സ്പെക്ട് ചെയ്ത് വെച്ചേക്കാം. അതിൻ്റെ റീസണും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ പോയിന്റിനെ ബ്രേക്ക് ചെയ്യാതെ ശക്തമായിട്ട് ഈ പോയിന്റിനെ നല്ല രീതിയിൽ ഒരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ വെർജിൻ CPR ആണ് റിവേഴ്സൽ. അതിനെയും ക്ലോസ് വെച്ച് ഉറപ്പായിട്ടും ഈ ഒരു 18,100 വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും നാളെ തന്നെ നടക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. നാളത്തെ സംഭവം ഈ ആഴ്ചയോടുകൂടെ തീരും. കാര്യം എന്തുകൊണ്ടാണ്? ഈ 18,200 മോസ്റ്റ് പ്രോബബ്ലി വന്നാലും ഈ 18,200 അല്ലെങ്കിൽ ഈ പറയുന്ന റേഞ്ചിന് താഴോട്ട് വരാൻ സാധ്യതയില്ല. അതിൻ്റെ കാര്യം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വീക്കിലി CPRലോട്ട് പോകണം. വീക്കിലി CPR എന്ന് പറയുമ്പോൾ ഇപ്പം നിഫ്റ്റിയുടെ മന്ത്ലി വ്യൂ ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമുക്ക് വീക്കിലി വ്യൂവിലോട്ട് വരാം. വീക്കിലി എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ വീക്കിലിയിൽ ഏറ്റവും സപ്പോർട്ട് എവിടെയാണ്? 18,155. സോ
ഇൻ കേസ് വന്നാലും ഇതെവിടം വരെ വരാം, ഈ പറയുന്ന വെർജിൻ സി പി ആൻ്റെ ലോവർ ബോട്ടത്തിൽ നിന്ന് മോസ്റ്റ് പ്രോബബ്ലി റിവേഴ്സൽ കിട്ടി എടുത്ത് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാര്യം എന്തുകൊണ്ടാണ്? ഈ ആഴ്ച ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻ്റ് ആണ്. സോ ഇതിൻ്റെ താഴെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് വെക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡിയ എങ്കിൽ ഇതേ സ്റ്റഡിയും ഇതേ അനാലിസിസും ഒക്കെ തന്നെ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിലും വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നാളത്തേക്കുള്ളൊരു ട്രേഡിങ്ങിൻ്റെ ഐഡിയാസ് നിങ്ങൾക്ക് അപ്പോൾ ഓവറോൾ കിട്ടും. ഓക്കെ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് ക്ലബ് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിങ്കളാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രീതിയിൽ മനസ്സിലാവുന്ന അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യം ഡെലിവറി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ പറഞ്ഞു തരുന്ന ഐഡിയാസ് ബെനിഫിഷ്യൽ ആവുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നാളത്തെ സെറ്റപ്പും വ്യൂവും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് നഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എപ്പോഴും ലോസസ് ഷോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ലാഭമുള്ളവരാണെങ്കിൽ അഭിനന്ദനങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനത് ചാർട്ടിലോട്ട് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ വൺ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നാളെ നമുക്കൊരു 4 സ്റ്റോക്കുണ്ട്. ആ 4 സ്റ്റോക്ക് നിങ്ങൾ വെച്ചേക്കുക. കാര്യം എന്തുകൊണ്ടാണ്? നിഫ്റ്റിയുടെ നോക്കണം, ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു ഡൗൺ സൈഡ് ട്രെൻഡിലോട്ടാണെങ്കിൽ അങ്ങനെ, അപ്പ് സൈഡ് ട്രെൻഡിലോട്ടാണെങ്കിൽ അങ്ങനെ, ഏത് സൈഡിലോട്ടാണ് അതും കൂടെ ക്ലബ് ചെയ്തിട്ട് വേണം സ്റ്റോക്കുകൾ എപ്പോഴും എടുക്കാൻ. സ്റ്റോക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഡിസസും കൂടെ നിങ്ങൾ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലയൻസ് ആണെങ്കിൽ റിലയൻസ് എനർജി നിഫ്റ്റി എനർജി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇൻഡസിൻ ബാങ്കാണ് നമ്മൾ പറയുന്നതെങ്കിൽ എപ്പോഴും നിഫ്റ്റി ബാങ്ക് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതൊക്കെ നല്ലതാണ്. അങ്ങനെയുള്ള നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാനായിട്ട്. കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കരുത്, എന്നെ നല്ല ആരെയും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് DLF ആണ്. അതിൻ്റെ ഹയർ ലെവൽ എന്ന് പറയുന്നത് 409, ലോവർ ലെവൽ എന്ന് പറയുന്നത് 396. ഓക്കെ, അടുത്ത SBI ആണ്. അതിൻ്റെ അപ്പർ ലെവൽ 602, ലോവർ ലെവൽ 596. ഓക്കെ, അടുത്തത് വിപ്രോയുടെ 398 ആണ് അപ്പർ ലെവൽ, 395 അതാണ് ലോവർ ലെവൽ, വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അടുത്തത് ഇൻഡസിൻ ബാങ്ക് 1153 അതാണ് അപ്പർ ലെവൽ എന്ന് പറയുന്നത്, ലോവർ ലെവൽ 1137. സോ ഇതാണ് നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞത് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റോക്കും പറയുന്ന FAയുടെ DAയുടെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ആയാലും നിങ്ങൾ അറിയേണ്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ചെയ്തേക്കും. പിന്നെ വേറൊരു കാര്യം, ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നമ്മൾ എപ്പോഴും ഇടുന്നത് അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ക്ലോസ് ആകുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് അല്ലേ എന്തായാലും നമുക്ക് നാളെ ഇടാൻ പറ്റത്തുള്ളൂ. സോ അതിനുശേഷം ലൈവിൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കോളുക. പിന്നെ SGX നിഫ്റ്റി മോസ്റ്റ് പ്രോബബ്ലി ഞങ്ങൾ എപ്പോഴും രാവിലെ എങ്ങനെയാണ്, ഏത് ടൈമാണ്? 8 മണി, രാവിലെ 8 മണിക്ക് SGX നിഫ്റ്റി എവിടെയാണ് നിൽക്കുന്നത് അതാണ് നമ്മുടെ ഡേറ്റകൾ നമ്മൾ ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുന്ന സംഭവം കേട്ടോ. അല്ലാതെ 9 മണിക്ക് എവിടെ നിൽക്കുന്നത് എന്നുള്ളതല്ല, 8 മണിക്ക് SGX എവിടെയാണോ നിൽക്കുന്നത് അതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റയിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നലത്തെ എൻ്റെ ആ ഒരു സൈലൻസും ഹാങ് ഓവറും ഇന്ന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു തന്നത് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.